1925 മഹാത്മാഗാന്ധി വർക്കല ആശ്രമത്തിലെത്തി നാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഹിന്ദുമതത്തിലെ വർണ്ണവ്യത്യാസം പ്രകൃതിക്ക് അനുസരണമായി രൂപപ്പെട്ടതാണെന്ന് കരുതിയ ഗാന്ധി സമീപത്തെ ഒരു മരത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിലെ ഇലകളെല്ലാം ഒരേപോലെ അല്ലല്ലോ, വലിപ്പച്ചെറുപ്പം അവയ്ക്കിടയിൽ പ്രകൃതിയാ കാണപ്പെടുന്നില്ലേ, അതുപോലെ മനുഷ്യർ തമ്മിലും ഭിന്നതകൾ ഉണ്ടാകില്ലേ. ഗാന്ധിക്ക് ഗുരു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എല്ലാ ഇലകളുടെയും ചാറിനും സത്തിനും ഒരേ ഗുണവും മണവുമാണെങ്കിലും അവയുടെ വലിപ്പച്ചെറുപ്പത്തെ നിയന്ത്രിക്കുന്നത് സൂര്യപ്രകാശവും മണ്ണിൽ നിന്ന് വേരുകൾ വലിച്ചെടുക്കുന്ന ജലത്തിൻ്റെയും ധാതുക്കളുടെയും ലഭ്യതയ്ക്കനുസൃതവുമായാണ്. അതുപോലെ മനുഷ്യരും വ്യത്യസ്തരാകാൻ കാരണം അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ കൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ വ്യത്യസ്തരായി കാണുമെങ്കിലും ഗുണപരമായി എല്ലാം ഒന്നു തന്നെ. ജാതി എന്നത് ബ്രാഹ്മണ്യത്തിന്റെ സൃഷ്ടിയാണെന്നും വലിയൊരു വിഭാഗം മനുഷ്യരനുഭവിക്കുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ജാതിയാണെന്നും അത്രമേൽ ലളിതമായി അവതരിപ്പിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരു. കേരള ചരിത്രത്തിലെ സുപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചേർന്ന മഹായോഗത്തിൽ ഗാന്ധി പറഞ്ഞു, പുണ്യാത്മാവായ നാരായണ ഗുരുസ്വാമിയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു.